പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിലേക്കും സ്നേഹമുള്ളവരെ, നമുക്ക് സന്തോഷത്തോടെ ഈശോയുടെ കൂടെയായിരിക്കാം. ഈശോയാകുന്ന വലിയ പ്രകാശത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ഈശോ നൽകുന്ന പ്രകാശം കൊണ്ട് നമ്മുടെ ജീവിതത്തേക്ക് നോക്കിക്കണ്ട് അതിനെ നവീകരിക്കാനും ഈശോയാകുന്ന പ്രകാശത്തിൽ നടക്കാനും ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളൊക്കെ. ദൈവം തന്ന ഈ വലിയ പ്രകാശം കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ നമുക്ക് നവീകരിക്കാം, നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വിലയിരുത്താം. എന്നും ഈ പ്രകാശത്തെ ചേർത്ത് പിടിച്ച് ജീവിതത്തിൻ്റെ ഇരുൾ മൂടിയ വഴികളിലൂടെയൊക്കെ നടക്കാൻ തമ്പുരാൻ നമുക്ക് വലിയ കൃപ തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലേക്ക് ഈശോയാകുന്ന വലിയ പ്രകാശത്തെ നമുക്ക് സ്വീകരിക്കാം. ഈശോ നൽകുന്ന പ്രകാശം സ്വീകരിക്കാൻ നമുക്ക് തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ നൽകുന്ന പ്രകാശം കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും ജീവിതങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ ആകുലതകളെയും നമ്മുടെ എല്ലാ സന്തോഷങ്ങളെയും ഒരേ മനസ്സോടെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയുടെ ചുറ്റും ജീവിക്കുന്ന ഒരു നല്ല സമൂഹമാക്കി നമ്മളെല്ലാം മാറ്റണമേ എന്ന് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. നമ്മളെ മുഴുവനായും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയെ, നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് സ്നേഹത്തോടെ ഈ ബലിയിൽ പങ്കുചേരാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരു ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ
രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്തായ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിൽ ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ കുരിശാൽ മുദ്രിതരായ ഞങ്ങൾ അകൽ അഭയം പ്രാപിക്കാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനും കൃപ ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിൻ അവദാനങ്ങൾ കീർത്തിപ്പിൻ പുതുഗാനത്തിൽ വാഴ്ത്തി പാടി നമിക്കട്ടെ പാത്തരമെല്ലാം ഉടയവനെ. വാഴ്ത്തുക ജനമേ കർത്താവിൻ നിസ്തുല ശക്തി മഹത്വങ്ങൾ തിരുനാമത്തിനു ചേർന്ന വിധം മഹിത സ്തുതികളുയർത്തിടുവിൻ. നീതി വിധിക്കും കർത്താവിൻ നാമം ജനതകൾ വാഴ്ത്തട്ടെ. വനവൃക്ഷങ്ങൾ വയലുകളും ഉലകിത ഗീതമുതിർക്കട്ടെ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നീക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടക്കുന്നവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ്വര പരിപാവനാം ഭഗവാനേ പരിപാവനാം അമർത്യനേ
അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരൻ പൗലോസ് ശ്ലീഹാ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. മിശിഹായിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിനുള്ള സ്വാതന്ത്ര്യമോ ആത്മാവിനുള്ള കൂട്ടായ്മയോ കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരേ കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ മനസ്സും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും മാത്സര്യമോ വൃഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കണം. ഈശോ മിശിഹായിക്കുള്ള ഈ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കുപരിയായ നാമം അവൻ നൽകുകയും ചെയ്തു. ഇത് ഈശോയുടെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്നതിനും ഈശോ മിശിഹാ കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന് മഹത്വത്തിനായി എല്ലാ നാമങ്ങളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ ഈശോ ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസറത്ത് വിട്ട് സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലൂൻ നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി. അന്ധകാരത്തിലിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ നാട്ടിലും നിഴലിലുമായിരുന്നവർക്കായി പ്രകാശം ഉദയം ചെയ്തു. അപ്പോൾ മുതൽ ഈശോ പ്രഘോഷിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവത്തിൻ്റെ മാനസാന്തരത്തിലേക്ക് ഈശോ നമ്മയൊക്കെ ക്ഷണിക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുന്നത്. സെബുലൂൻ നഫ്താലി പ്രദേശങ്ങളിൽ
വിജാതീയരുടെ ഗലീലയിൽ ഒരു വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ നിഴലിലും അന്ധകാരത്തിലും ജീവിച്ചിരുന്നവർക്ക് ഒരു പ്രകാശം ലഭിച്ചു. ഈശോ പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, സെബുലൂൻ നഫ്താലി പ്രദേശങ്ങൾ വിജാതീയരോടൊപ്പം യഹൂദരും ഒന്നിച്ച് താമസിച്ചിരുന്ന സ്ഥലമാണ്. അസീറിയയുടെ അധിനിവേശത്തിൻ്റെ സർവ കയ്പുകളും അനുഭവിച്ചിരുന്ന ഒരു ജനത. ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണ് ആ പ്രദേശത്തുള്ളവർ, അതുകൊണ്ടാണ് അവർക്ക് ഈ വീഴ്ചകളൊക്കെ വന്നത് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം തന്നെ തൻ്റെ ദൗത്യം തുടങ്ങാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഈ ശപിക്കപ്പെട്ടത് എന്ന് മനുഷ്യൻ കരുതിയ ഈ പ്രദേശങ്ങളെയാണ്. ഒരു സൂചനയാണിത്. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ തകർച്ചകൾ, നമ്മുടെ വീഴ്ചകൾ ദൈവത്തിന് നമ്മെ തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും എന്ന വലിയ ഓർമ്മപ്പെടുത്തലുകൾ. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണിത് എന്ന് സുവിശേഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയ ഒരു പ്രകാശം കണ്ടു. അന്ധകാരം കൊണ്ട് ജീവിതമേറെ ദുഷ്കരമാകുമ്പോൾ ദൈവമാകുന്ന പ്രകാശം ഈശോയായി നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ പ്രതിബന്ധങ്ങൾ മാറിക്കിട്ടുമെന്നും ജീവിതത്തിൻ്റെ നല്ല ദിനങ്ങൾ സ്വന്തമാക്കാൻ ദൈവം നമുക്ക് കൃപ തരുമെന്നും സുവിശേഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, മാനസാന്തരപ്പെടണം, കാരണവുമുണ്ട്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വെറുതെ മാനസാന്തരപ്പെട്ടാൽ മാത്രം പോരാ. ലൂക്കാ സുവിശേഷകൻ 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മോട് പറയുന്നുണ്ട്, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ കൂടി നിങ്ങൾ പുറപ്പെടണം. സ്വർഗം തേടുന്നവൻ, സ്വർഗരാജ്യം ആഗ്രഹിക്കുന്നവൻ, ദൈവത്തോട് കൂടെ ജീവിക്കാൻ പ്രതീക്ഷിക്കുന്നവൻ ഈ ലോകത്തിലും ദൈവത്തോട് കൂടെ തന്നെ ജീവിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ്. ജനനത്തിൽ ദൈവം നൽകിയ ഒരു നിർമ്മലതയുണ്ട്. ഈ നിർമ്മലത, ഈ പരിശുദ്ധിയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെതായ വഴികളിൽ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ മാനസാന്തരം കൊണ്ട് അർത്ഥമാക്കുന്നത് ജനനത്തിൽ ദൈവം നൽകിയ പരിശുദ്ധിയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. വസ്ത്രമല്ല, നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത് എന്ന് ജോയൽ പ്രവാചകൻ പറയുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിച്ച് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ സ്വന്തമാക്കേണ്ടവരാണ് നമ്മൾ എന്ന് നമ്മുടെ മുമ്പിൽ ഓർമ്മിക്കപ്പെടുകയാണ്. സ്നേഹമുള്ളവരെ, അന്ധകാരത്തിലെ വലിയ പ്രകാശമായിരുന്നു ഈശോയെങ്കിൽ ഈശോയാകുന്ന ഈ വലിയ പ്രകാശത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിക്കാനുള്ള ആഹ്വാനമാണ് ഈ മാനസാന്തരത്തിലുള്ള ആഹ്വാനം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഈ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നോ അപ്പോഴൊക്കെ നമുക്ക് ദൈവമാകുന്ന ഈ പ്രകാശത്തെ നെഞ്ചോട് ചേർത്ത് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. 3 കാര്യങ്ങളാണ് ഈശോ ചെയ്യുന്നത്. അവൻ നസറത്ത് വിട്ടു, ദൗത്യം ആരംഭിക്കാൻ വേണ്ടി നസറത്ത് വിട്ട്, അവൻ്റെ വീട് വിട്ട് അവൻ സെബുലൂൻ നഫ്താലി പ്രദേശത്തേക്ക് പോവുകയാണ്. ഒരുപക്ഷെ ഇതൊരു സൂചനയായിരുന്നു. ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ, നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടേതായ സുരക്ഷിതത്വങ്ങളെ നമ്മൾ മാറ്റിവെക്കേണ്ടത്. നമ്മുടേതായ സമ്പത്ത്, നമ്മുടേതായ ബന്ധനങ്ങൾ, നമ്മുടേതായ പരിസരങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്നുവെങ്കിൽ, ദൈവം പ്രകാശമാണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് തടസ്സമാകുന്നുവെങ്കിൽ, തീർച്ചയായും ഈ സുരക്ഷിതത്വത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും വിട്ട്
ജീവിതം ആരംഭിക്കുമ്പോഴാണ് സുവിശേഷ പ്രഘോഷണമാകുന്നത് എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്, ഈശോ പ്രകാശമായി. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈശോയെ പോലെ പ്രകാശമാകാൻ സാധിക്കുന്നു. ഇന്നുവരെ നല്ലത് എന്ന് കരുതിയ, ഇന്നുവരെ ശരി മാത്രമാണ് എന്ന് ചിന്തിച്ച എൻ്റെ ശരികൾ ഇന്നു മുതൽ ശരിയല്ലായിരുന്നു എന്ന തിരിച്ചറിവാണ് മാനസാന്തരത്തിൻ്റെ യഥാർത്ഥ മനോഭാവം. ഇന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, 1-ാം അധ്യായം 5-ാമത്തെ വാചകം. ഈശോ മിശിഹായിക്കുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കുമുണ്ടായിരിക്കട്ടെ. ഇന്നുവരെ ലോകം തരാത്ത സമാധാനത്തിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വങ്ങൾ കളഞ്ഞ് ഈശോയുടെ മനോഭാവം സ്വന്തമാക്കി സ്വർഗരാജ്യത്തിൻ്റെ വാഹകരായി മാറാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കും. അതിനുവേണ്ട വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാനസാന്തരം, സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ മുമ്പിലുള്ള ലക്ഷ്യമല്ല നമ്മുടെ മാനസാന്തരം. ഈശോ പറയുന്നുണ്ട്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് മാനസാന്തരം. നമുക്ക് ഓർത്തിരിക്കാം, ഒരിക്കൽ മാത്രം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമല്ല ഈ മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരം ദിവസത്തിൽ പോലും പല പ്രാവശ്യം സംഭവിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ മാനസാന്തരത്തെ യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട്, മാനസാന്തരം എൻ്റെ ജീവിതത്തിൽ എന്നും സംഭവിപ്പിച്ചുകൊണ്ട്, ഈശോയാകുന്ന പ്രകാശത്തെ നെഞ്ചോട് ചേർത്ത് ഇരുളിൻ്റെ മേഖലകളെ കടന്നു ചെന്ന് ദൈവത്തോടൊത്ത് സ്വർഗരാജ്യത്തിൽ ഇടം നേടാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഏറെ മനോഹരമാവുക. അതിന് തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കുക. പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ ഞങ്ങളുടെ ഉള്ളിൽ അധികാരികളിൽ നിന്ന് ദർശിക്കുവാൻ, അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നീതിയായുടെ തീക്ഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താപോന്മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും എന്റെ മാത്രം കൊണ്ട് വീരപൂർണ്ണ മത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവ്, ഇത് ദിവസത്തിൽ മാത്രപൂർണ്ണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനത്തെ നയിക്കാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശം നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവന്മാരായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് അനന്തേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായി, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോർജ് മെത്രാപ്പൊലീത്തായി, ഞങ്ങളുടെ പിതാവുമാരെ ദീക്ഷണമായ മാർ മേജേഴ്സ് മെത്രാനെയും സഭാധ്യക്ഷന്മാരെ ഇവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയും മിശിഹായെ, ഈ കുരിശടിയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ എന്റെ വലത്ത് ഭാഗത്താണ് ചെല്ലുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായെ, ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരത്തിൽ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിനും അവകാശികളാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ.
പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം തൊടി രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ. നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും സ്ത്രീകളായി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും തിരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാതിരാക്കന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. ഈശോയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവാൻ. ഈശോയുടെ കൃപയാൽ ഈ വഴി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കണമേ. നമ്മെ ജീവിതങ്ങൾക്കും ലോകങ്ങൾക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യ അദ്ദേഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികരണം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ. നമുക്കെല്ലാവർക്കും അന്താപത്തുള്ള വിശുദ്ധികൾക്കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് അവിടെ അനുഷ്ഠിക്കുന്നതിനെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ. ഭയഭക്തജനമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ
മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിക്കൂ. ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് പ്രതിനിധിയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും എന്നും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നതങ്ങളിൽ ഹോശാന. ദാവീദിൻ സുതൻ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാം വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിൽ ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടും കൂടെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ പരിപൂർണ മനുഷ്യനായി അവിടുന്ന് സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യൂ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ക്ലേശിതരുമായ ഈ ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു.
നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ ഞങ്ങളുടെ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ നീ മഹത്വം അണിയിച്ചു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനായ മാർ റിലിജിയോസ് മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്കും വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും പാവന സ്മരണ അങ്ങയുടെ സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്തിൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഇളയവരും ക്ലേശിതരുമായ ഈ ദാസൻ അങ്ങയുടെ തിരുസന്നിധിയിൽ പുറവിച്ചു കൂടിയിരിക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ദൈവീകവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസന്മാരുടെ ഈ കുർബാനയിൽ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ വെറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് കരുണ തോന്നേണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കും. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
മനുഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുവാതും ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ. എന്നിൽ നിത്യം ജീവിക്കും നേടുവാൻ സ്വർഗ്ഗം നിശ്ചയമാണ്. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള ആകാശത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മൾ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവാൽ ഭക്തീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ നമ്മുടെ ശരീരങ്ങളുടെ ഈർപ്പനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവൻ കാരണമാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധനും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ നീ പവിത്രീകരിക്കണമേ. കർത്താവെ, ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ ആത്മാവോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകദാവസ്നാകുന്നു, ഏകദുർഗസ്നാകുന്നു, ഏകമുഖാവസ്നാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവാൻ. നമ്മെ വിശുദ്ധീകരിക്കുന്ന അമൂല്യമായ ശരീരങ്ങൾ നൽകപ്പെടുന്നു. സകലത്തിന്റെയും നാഥ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് നമുക്ക് പാടി സ്തുതിക്കാം. പാപമോചനത്തിനായി ഇതാ സകലജനതകൾക്കും സ്വർഗീയ അപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഈ രഹസ്യങ്ങൾ സ്വീകരിച്ച് മാലാഖമാരോടൊത്ത് അവിടുത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാമെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ഇതാ കടങ്ങളുടെ മോചനത്തിനായുള്ള ദൈവിക ദാനം. സഹോദരെ, ഈ ദാനം സ്വീകരിക്കുകയും അതുവഴി വിശദീകരിക്കപ്പെടുകയും ചെയ്യുവൻ. നമുക്ക് ഹല്ലേലൂയ പാടിക്കൊണ്ട് ഐക്യത്തോടും സ്നേഹത്തോടും കൂടെ ഈ ദാനം സ്വീകരിക്കാം. ാണ് നമ്മുടെ ഫാമിലി യൂണിറ്റ് പ്രാർത്ഥനകൾ നമുക്ക് ആരംഭിക്കാവുന്നതാണ്. ചില യൂണിറ്റുകളിൽ തുടങ്ങിക്കഴിഞ്ഞു. അത് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് നടത്താം. അതുകൊണ്ട് അതിൻ്റെ ബന്ധപ്പെട്ടവർ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയും ട്രഷറിയും ഒക്കെ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിയിച്ച് വേണ്ട പോലെ ക്രമീകരണങ്ങൾ നടത്തുക. എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പള്ളിയിൽ അറിയിച്ചാൽ മതി. നമ്മുടെ കരുണാഭവൻ്റെ കാര്യമൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കരുണാഭവനിൽ കോവിഡ് ബാധിച്ചിരുന്നു. ദൈവാനുഗ്രഹത്താൽ ഇപ്പോൾ അത് നെഗറ്റീവായി
ഒഴിവായിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അവരെയൊക്കെ ഓർമ്മിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ കുർബാനയ്ക്ക് വരുന്ന കാര്യം നമ്മൾ അകലമൊക്കെ പാലിച്ച് ഗവൺമെൻറ് നിശ്ചയിച്ച മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാവുന്നതാണ്. നമുക്ക് പള്ളിക്ക് വലിപ്പമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നമ്മുടെ താമരശ്ശേരി രൂപതയിലെ ഒരു വിവാദമായ പുസ്തകത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അത് എല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇനി നിലനിൽക്കുന്നില്ല എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ആഴ്ച ആശംസിക്കുന്നു. പ്രകാശമായ ഈശോ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രകാശമാവട്ടെ എന്ന് നമുക്ക് കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താനും അങ്ങയുടെ വചനം പ്രഘോഷിക്കാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകിയ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി. സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ ശരീരരക്തങ്ങൾ വഴി നിത്യ സൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ തിരുശരീരരക്തങ്ങളുടെ പരികർമ്മം വഴി തൻ്റെ മഹത്വത്തിൽ നമ്മെ പങ്കുകാരാക്കിയ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, ദൈവരാജ്യത്തിനു വേണ്ടി പീഡകളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോൾ നഷ്ടധൈര്യരാകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിപാലനയിൽ സംരക്ഷിക്കപ്പെട്ടവരെ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുത്തെ കുരിശിനാൽ രക്ഷിക്കപ്പെട്ട നിങ്ങളിൽ അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും വർഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഇന്ന് നിങ്ങൾ സ്വീകരിക്കുവാൻ മോദത്തിനും കാരണമാകട്ടെ. ഇനി എഴുതി അർപ്പിക്കാൻ ഞാൻ വരുന്നില്ലേ. നിത്യപുരോഹിതനായ ഈശോ ലോകരക്ഷകനായ ഈശോ വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, വിശുദ്ധ അൽഫോൻസാമേ, വിശുദ്ധ അന്തോനീസേ, ദൈവത്തിന് സ്തുതി.